ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലും. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ലൈക്ക് ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടപ്പ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനും മനുവും കൂടെ സംസാരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മനു ബാലചന്ദ്രനോട് ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് നമ്മുടെ ശിവനും കമലയും ഒക്കെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അലീനെ എങ്ങനെയൊന്ന് ശരണയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് ഹരീനെ ഒന്ന് ജയിലിൽ നിന്ന് ഇറക്കണം. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ ഓർത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് ദയവ് ചെയ്ത് അലീനയോട് പറയാൻ നിൽക്കരുത്. അലീനയോട് പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള മതിപ്പും കൂടെ പോകും. നിന്നെ ഇപ്പൊ വലിയ കാര്യം അലീനയ്ക്ക്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീന മനുവേട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. ചായ എടുത്തു, താഴേക്ക് വരുമോന്ന്. അപ്പം നമ്മുടെ ബാലചന്ദ്രനോട് മനു പറഞ്ഞു, ബാ നമുക്കെന്നാ ചായ കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇവര് നേരെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ചെല്ലാണ് കേട്ടോ. ഏതായാലും അവർ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നു. അലീന സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് നമ്മുടെ അലീന പറഞ്ഞു, അല്ല കൊല്ലപ്പള്ളിയിലെ വിശേഷമൊന്നും മനുവേട്ടൻ പറഞ്ഞില്ലല്ലോ. ഓ, അവിടെ എന്നാ വിശേഷം? ഒന്നുമില്ല, വല്യച്ഛൻ തിരുവനന്തപുരത്തേക്ക് പോയി. അല്ല, അവിടെ ആരാ? അല്ല, പുള്ളി പട്ടാളക്കാരനല്ലേ, അവിടെ ഒരു മിലിറ്ററി ക്യാമ്പ് ഉണ്ടല്ലോ, പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയതാണ്. എന്നാലും ഈ സമയത്താണ് മുറ്റത്തൊരു ഓട്ടോ വരുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. നമ്മുടെ വീടിന്റെ മുറ്റത്ത്, അതായത് നമ്മുടെ നെടുമ്പുറയ്ക്കൽ വീടിന്റെ മുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ വരുന്ന ശബ്ദം. അപ്പോഴത്തേക്കും മനു പറഞ്ഞു, അല്ല ഒരു ഓട്ടോറിക്ഷ വരുന്ന ഒച്ചയല്ല കേട്ടതെന്ന്. അപ്പൊ പറഞ്ഞു, ആ നോക്കട്ടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇറങ്ങി വരികയാണ്. അപ്പൊ വേറെ ആരുമല്ല, നമ്മുടെ ഷാജിയാണ് കേട്ടോ. ഷാജി ചേട്ടനാണ്, ഓട്ടോക്കാരൻ ഷാജി ചേട്ടനാണ് വന്നത്. അങ്ങനെ നമ്മുടെ അലീന ഷാജി ചേട്ടനെ കാണുകയാണ്. വാതിൽ തുറന്നപ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. അലീന ഓടി ചെന്നു കേട്ടോ. ഓടി ചെന്നിട്ട്, ആഹാ ഇതാരാ, ഷാജി ചേട്ടനോ? ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ, കേറി വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷാജി പറഞ്ഞു, എനിക്ക് അതിനുള്ള നേരമൊന്നുമില്ല, ഞാന് നിന്നെ കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞ് വലിയ ഗൗരവത്തോടു കൂടി ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ചോദിച്ചു, ഇതെന്ത് പറ്റി ഗൗരവം? അതെ, നീ ആ ശരണ്യനെ എന്തൊക്കെയോ പറഞ്ഞ് മയക്കി എടുത്തല്ലോ, നിങ്ങളുടെ കാര്യം നടന്ന് കിട്ടിയല്ലോ, അതിനു വേണ്ടിയായിരുന്നല്ലോ അങ്ങോട്ടുള്ള വരവും പോക്കൊക്കെ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഞാൻ എനിക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി അല്ല ഷാജി ഏട്ടാ ശരണ്യയുടെ അടുത്ത് പലതവണ വന്നത്. അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അവൾ കോടതിയിൽ ശരിയായി മൊഴി കൊടുത്തെങ്കിൽ അത് അവളുടെ മനസ്സിന്റെ നേരും കൊണ്ടാ. ഓ, കാര്യം സാധിച്ചപ്പോഴത്തേക്ക് നീ അങ്ങോട്ടേക്കുള്ള വരവ് നിർത്തി. ഇപ്പൊ അവളെ കാണുകയും വേണ്ട, സമാധാനിപ്പിക്കുകയും വേണ്ട. എന്താ ഷാജി ചേട്ടൻ എന്താ ഈ പറയുന്നത്? ഞാൻ അവിടെ അവസാനം ചെന്നപ്പം അവരെന്നെ വീട്ടിൽ കയറ്റിയില്ല. അതൊന്നും എനിക്കറിയത്തില്ല. ആ പെണ്ണെ ഭയങ്കര കരച്ചില. ആ വീട്ടിൽ കിടന്ന് എന്നെ വിളിച്ച് ആ പെങ്കൊച്ച് പരിഭവവും പരാതിയൊക്കെ പറഞ്ഞു. ആ അലീന ചേച്ചീനെ ഒന്ന് വിളിച്ചോണ്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, നിന്നെ കണ്ടിട്ടേ അവള് കഴിക്കത്തുള്ളൂ ഉറങ്ങത്തുള്ളൂ എന്നൊക്കെയാ പറയുന്നത്. അത് പിന്നെ ഷായിച്ചേട്ടൻ എന്താ പറയുന്നത്? ഞാൻ എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാൻ റെഡിയാ. എനിക്കും അവളെ കാണാനേ ആഗ്രഹമുണ്ട്. ആ, എന്നാ പിന്നെ മനസ്സുണ്ടെങ്കിൽ നീ ഇപ്പം വാ ഓട്ടോയ്ക്ക്. അങ്ങനെ എനിക്ക് വരാൻ പറ്റുമോ? ആരോട് പറയാതെ വരാൻ പറ്റുമോ? എന്നാ പിന്നെ നിനക്ക് സൗകര്യമുള്ളപ്പം വാ, ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാജി പിണങ്ങി പോകാൻ തുടങ്ങാണ് കേട്ടോ. അതായത് ദേഷ്യം വന്ന് പോവാണ്. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ഒരു കോഫി കുടിച്ചിട്ട് പോകാം, വീട്ടിലേക്ക് വന്നതല്ലേ. ഓ, എനിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാ, ഒറ്റ വഴി അറിയത്തുള്ളൂ, നേരെ വാ നേരെ പോ. കള്ളത്തരവും കപടതയും വഞ്ചനയും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് ഇളിച്ചു കാണിക്കുന്നവരല്ല ഞങ്ങള്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. എന്താ ഷായിച്ചേട്ടാ ഇതൊക്കെ പറയാൻ എന്താ ഉണ്ടായത്? കാര്യം അറിയാതെ ഇങ്ങനെ വഴക്ക് പറയുന്നത് കുറച്ച് കഷ്ടാട്ടോ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഞാൻ കൊച്ചെ, ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഷാജി വണ്ടി എടുത്ത് നേരെ വിട്ടടിച്ചു പോയി കേട്ടോ. ഈ സമയത്ത് അലീനയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയി. ഷാജിയുടെ ഇങ്ങനത്തെ ഒരു മുഖം നമ്മുടെ അലീന കണ്ടിട്ടില്ല. കാരണം ഷാജി വളരെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ സമാധാനപരമായിട്ട് സംസാരിക്കുന്നല്ലേ അലീന കണ്ടിട്ടുള്ളൂ. അപ്പൊ വല്ലാത്തൊരു സങ്കടം നമ്മുടെ അലീനയ്ക്ക്. അലീന അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു കേട്ടോ. അകത്തേക്ക് കയറി ചെന്നതും നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, ആരാ മോളെ വന്നത്? അത് പിന്നെ ആ ഷാജി ചേട്ടനാ, ഓട്ടോറിക്ഷക്കാരൻ, അവരാ വന്നത്. അയാൾ എന്നോട് ദേഷ്യപ്പെട്ടോ? എന്തോ ഒരു ശബ്ദമൊക്കെ അവിടെ കേട്ടു. ഏയ്, പരാതി പറഞ്ഞതാന്നേ, ദേഷ്യപ്പെട്ടൊന്നുമില്ല. അല്ല, എന്തു പരാതി? നിന്നോട് എന്ത് പരാതി പറയാനാ? അല്ല, ഞാൻ ശരണ്യനെ കാണാനായിട്ട് പിന്നെ പോയില്ലല്ലോ, അതിന്റെ പരാതി. ആഹാ, നീ പോയതല്ലേ, അവിടെ കയറി പോരുതെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാര് ഓടിച്ചതല്ലേ. അവരുടെ പരാതി അല്ല ശരണ്യയുടെ പരാതി. ആ പരാതി പറയാന്, അവക്ക് എന്നെ കാണണമെന്നും സംസാരിക്കണമെന്ന് അത് പറയാൻ വേണ്ടി വന്നതാ ഷായിച്ചേട്ടൻ. അപ്പൊ മനു ചോദിച്ചു, അയാള് പോയോ? പിണങ്ങി പോയ പോലെ ഒറ്റപ്പോക്ക്, ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് അതിന് പോലും നിന്നില്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചത്, അല്ല നീ പോകുന്നുണ്ടോ ശരണ്യയുടെ വീട്ടില്?
പോണം, ഇന്ന് തന്നെ പോണം. ഷായി ചേട്ടൻ ഇവിടെ വന്ന് പരാതി പറയണമെങ്കിൽ അവൾ അത്രയ്ക്ക് വിഷമിച്ച് കാണും, അതുകൊണ്ടായിരിക്കുമല്ലോ. അല്ല, പക്ഷെ അവരുടെ വീട്ടുകാർ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും സാരമില്ലെന്നേ. അവരെല്ലാവരും കൂടെ മെക്കിട്ട് കയറാൻ വന്ന് നീ എന്നാ ചെയ്യും മോളെ? നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? ആ പെണ്ണ് മൊഴി മാറ്റി പറഞ്ഞതിന് ശേഷം നീ ആദ്യമായിട്ടല്ലേ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നത്. അവർക്ക് അതിൻ്റെതായ ദേഷ്യവും വാശിയും ഒക്കെ നിന്നോട് കാണാതിരിക്കുവോ? ഓഹ്, അതൊന്നും സാരമില്ലെന്നേ. ആ വാശിക്ക് എന്നോട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എന്നോട് വാശിയും ദേഷ്യവും ഒന്നും കാണിക്കത്തില്ലേ? അവർക്കറിയാം ഞാൻ ശരണ്യോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെ. എന്നാലും ദേ മോളെ സൂക്ഷിക്കണം. വിവരമില്ലാത്ത ആൾക്കൂട്ടത്തിനെ എന്നാ ചെയ്യാനും മടിയില്ലെന്നേ. അവരങ്ങനെയാ. അതാ പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, എന്നാ പിന്നെ ഞാനും കൂടെ വരാം അലീനയ്ക്ക് കൂട്ടായിട്ട്. ഏയ്, മനുവേട്ടനെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ ഹരിശങ്കറിന്റെ ബ്രദർ ആണെന്ന്? ഓ, ഞാനൊരു മാസ്ക് വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, കാറിലിരുന്നോളാം. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, എന്നാ പിന്നെ അവനും കൂടെ വരട്ടെ, ഒരു കൂട്ടാവൂലോ, എനിക്ക് ഇവിടെ സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റൂലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വൈകണ്ട പോകാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് മനുവും പറഞ്ഞു, എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയും മനുവും കൂടെ ഒരു വണ്ടിയൊക്കെ എടുത്ത്, ഒരു വണ്ടിയല്ല നമ്മുടെ മനുവിന്റെ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അലീനയുടെ കൂടെ യാത്ര ചെയ്യാനൊക്കെ കിട്ടുന്ന ഒരവസരവും നമ്മുടെ മനു വിട്ട് കളയത്തില്ല. ഏതായാലും നമ്മുടെ മനുവിന് ഭയങ്കര സന്തോഷമായി. ഒരു കാര്യം കിട്ടിയില്ല നമ്മുടെ അലീനയുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട്. ആ മുഖത്ത് ആ ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മനു ചോദിച്ചു, എന്തു പറ്റി പതിവില്ലാത്തൊരു ഗൗരവം? ഏയ്, ഒന്നുമില്ല, ശരണ്യയുടെ കാര്യം ഞാൻ ഓർക്കുമായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അലീനെ? ആ ഓട്ടോറിക്ഷക്കാരൻ വന്ന് അലീനനെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ? ഏയ്, വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ, ദേഷ്യപ്പെട്ടു. അടിച്ചില്ല, ഇടിച്ചേ ഉള്ളെന്ന്. എന്താ അലീന ഇത്? ദേഷ്യപ്പെടാന് അയാൾക്ക് എന്ത് അധികാരമുള്ളത്? അത് പിന്നെ എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ, അതുകൊണ്ട് ദേഷ്യപ്പെടാനുള്ള അധികാരമുണ്ടോ? ഇനി അയാൾ പറയുന്ന എല്ലാം നീ കേൾക്കണമെന്നുണ്ടോ? കുശുമ്പ് കുശുമ്പ്, അസൂയ അസൂയ. അപ്പൊ കുശുമ്പും അസൂയൊക്കെ ഉണ്ടല്ലേ? അല്ല പിന്നെ എനിക്ക് കാര്യങ്ങൾ അറിയണ്ടേ? ആ പെങ്കൊച്ച് കാണണമെന്ന് പറഞ്ഞ് ഉടനെ ചാടി അങ്ങോട്ട് പുറപ്പെടുക ചെയ്യേണ്ടത്? എന്നാ കാര്യം? നാളെ പോയി എന്നാ കുഴപ്പം? ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടുന്നോർത്ത് കുഴപ്പമുണ്ടോ? അത് പിന്നെ എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട്. ഓ, ഹരിയും രോഹിയും ഒക്കെ ഉൾപ്പെട്ട ഇൻസിഡന്റ് മുന്നേ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവളെ പോയി കാണണം, ആശ്വസിപ്പിക്കണം, ധൈര്യം കൊടുക്കണം. അങ്ങനെയൊക്കെ തോന്നാൻ, ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് തോന്നാനൊക്കെ എന്താണ് കാരണം? അതാ ഞാൻ ചോദിച്ചതെന്ന്. അപ്പോഴത്തേക്കും അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അലീന മിണ്ടാതിരിക്കുക. അപ്പൊ മനു പറഞ്ഞു, എത്ര ആലോചിച്ചിട്ട് എനിക്ക് അതുകൊണ്ട് പിടികിട്ടുന്നില്ല അലീനെ. നീ പ്രതിയുടെ വീട്ടിലെ വെരി സ്പെഷ്യൽ മെമ്പർ ആണെന്ന് കൂടി ഓർക്കണം. എന്റെ പൊന്നു മനുവേട്ടാ, ദേ ഞാൻ ഒരു വീട്ടിലെയും മെമ്പർ ആയിട്ടില്ല. അതാദ്യം മനുവേട്ട മനസ്സിലാക്ക്. ഒരു ഫേക്ക് ഐഡന്റിറ്റിയില് ഒരു വീട്ടില് കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അവിടെ ഒരു സെർവന്റ് ആണെന്നുള്ളതാ എന്റെ ശരിക്കുമുള്ള അഡ്രസ്സ്. ഇപ്പം അതാണല്ലോ എന്റെ ഐഡന്റിറ്റി. ദേ കെയർ ഓഫ് ബാലചന്ദ്ര മേനോൻ. ബാലചന്ദ്ര മേനോന്റെ മകളാണോ ഞാന്? ആണോ മനുവേട്ട? അല്ല, ബാലചന്ദ്ര മേനോന്റെ മകളല്ല ഞാന്. വൈജയന്തിയുടെ മകളാണോ? അതിന്റെ അഡ്രസ് ഉണ്ടോ? അതിന്റെ അഡ്രസ്സും എനിക്കില്ല. പിന്നെ എന്ത് അഡ്രസ്സാ മനുവേട്ട എനിക്കുള്ളത്? എനിക്ക് ഇപ്പൊ ഒരു അഡ്രസ്സും ഇല്ല. വെരി സ്പെഷ്യൽ മെമ്പർ എന്നല്ല, സർവന്റ് എന്ന് എഴുതിയിട്ട് അതിന്റെ വിശേഷണം ചേർക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മനു പറഞ്ഞു, ആക്ച്വലി ഞാൻ പറയുന്നതൊക്കെ ശരിയായ അർത്ഥത്തിൽ നീ എടുക്കണം. നീ അവിടുത്തെ സെർവന്റ് ആണോ? അവിടെയുള്ള ഓരോരുത്തരുമായിട്ട് നിനക്കുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നിനക്ക് ശരിക്കും അറിയത്തില്ലേ? അറിയാലോ, ഇല്ലേ? നീ പറ. അതൊക്കെ നമ്മുടെ മനസ്സിലല്ലേ മനുവേട്ട ഉള്ളൂ. ആരറിയുന്നു? ആർക്കറിയാം? ആരംഗീകരിക്കുന്നു? അംഗീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ലല്ലോ. പിന്നെ അതിനെക്കുറിച്ച് ഓർത്തിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ മനുവേട്ട. ഞാൻ ഓർക്കാറുമില്ല, ഞാൻ ആഗ്രഹിക്കാറുമില്ല. പിന്നെ ശരണ്യോടുള്ള അറ്റാച്ച്മെന്റ്, അത് മനുവേട്ടന് മാത്രമല്ല, പലർക്കും ഉണ്ട്. ആ കാര്യത്തില് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ. ഞാൻ ജനിച്ചതും വളർന്നതും ഒന്നും കടപ്പാട്ടൂര് നെടുമ്പുരയ്ക്കൽ വീട്ടിലല്ലല്ലോ. അവിടെ സ്വർണ്ണക്കരണ്ടി ആയിട്ട് ജനിച്ചതല്ലല്ലോ. ജനിച്ച അന്ന് മുതല്, അല്ലെങ്കിൽ ജനിച്ച് പിറ്റേന്ന് മുതല്, അങ്ങനെ പറയാം, 22.5 വർഷക്കാലം സ്നേഹനികേതനത്തിലെ കുട്ടിയായിട്ടാ ഞാൻ ജീവിച്ചതും വളർന്നതും എല്ലാം. അത് മനുവേട്ടൻ അറിയാലോ. അതാണ് എന്റെ കുടുംബം മനുവേട്ട. അവിടെ എനിക്ക് വെറുതെ തിന്നും കുടിച്ചും ഒന്നും ജീവിക്കുമല്ലായിരുന്നു. അങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ ചെയ്തത്. ഞങ്ങള് അവിടെ കുറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ളപ്പം മുതൽ ഞാൻ അതിന്റെ നടത്തിപ്പുകാരിയാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ അത് നടത്തിക്കൊണ്ട് പോകണമെന്ന് ബ്രിജിത്ത മമ്മി പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു തന്നു എനിക്ക്. അത് അതേപടി ഞാന്
വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തെന്ന എനിക്ക് തോന്നുന്നത്. ആ ഒരു ആത്മാർത്ഥതയോട് കൂടി തന്നെ. മറ്റുള്ളവർ നോക്കുമ്പോഴേ കുറച്ച് അനാഥ കുട്ടികളും കുറച്ച് വൃദ്ധജനങ്ങളും അഭയം തേടിയിരുന്ന ഒരു അഗതി മന്ദിരം മാത്രമാണത്. പക്ഷേ അതൊന്നും അങ്ങനെയല്ല. അവിടെ ഞങ്ങളെ കുട്ടികളെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളായിരിക്കുമ്പോ തന്നെ സെക്ഷൻ അഭ്യാസന ഇരയായ മാനസിക നില തെറ്റിയ കുട്ടികൾക്ക് ഇവർക്കൊക്കെ ഞങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുമായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു. ഒരു ഒരു റീഹാബിറ്റേഷൻ സെന്റർ പോലെ കുട്ടികളെ അവിടെ താമസിപ്പിച്ച് സുഖപ്പെടുത്തിയൊക്കെ വിട്ടിട്ടുമുണ്ട്. സുഹൃത്തുക്കള്, ബന്ധുക്കള്, ഇവരൊക്കെ ചൂഷണം ചെയ്യപ്പെട്ട കുട്ടികള്, അങ്ങനെ പല കുട്ടികളും വന്നിട്ടുണ്ട്. അവർക്കൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയാൻ മനുവേട്ട. അതൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അവരെ മാറ്റിയെടുത്ത് വീട്ടിൽ തിരിച്ചു വിട്ടിട്ടുണ്ട്. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോന്റെ വീട്ടിൽ നല്ല മനുവേട്ട ഞാൻ ശരണ്യയുടെ വീട്ടിലേക്ക് പോയത്. ഒരിക്കലും അല്ല, ഞാൻ സ്നേഹനികേതനത്തിൽ നിന്നാ ശരണ്യയുടെ വീട്ടിലേക്ക് പോയത്. അതാണ് എന്റെ വീട്. ഇപ്പോഴും അത് തന്നെയാണ് എന്റെ വീട്. ഇപ്പോഴും ആ വീട്ടിലെ ഒരു അംഗമാ ഞാന്. എന്റെ അമ്മയാ ബ്രിജിത്താമ്മ. എന്റെ ബ്രിജിത്താമ്മ ഇല്ലെന്നേ ഉള്ളൂ. പാലായിൽ വന്ന ശേഷം 2 വീട്ടിൽ ഞാൻ താമസിച്ചു. രണ്ടിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് എന്റെ വീടാ. എന്റെ സ്നേഹനികേതൻ എന്നുള്ള വീടാ. അത് തന്നെയാ എനിക്ക് നല്ലത്. സ്നേഹനികേതൻ അത് അത് ആ ഒരു വാക്കിന് മാത്രല്ല, സ്നേഹം കൊണ്ട് നിറഞ്ഞപ്പെട്ട ഒരു ഭവനം തന്നെയാ മനുവേട്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ് കേട്ടോ. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മനുവും വല്ലാണ്ട് ഇമോഷണൽ ആയി പോയിട്ടോ. കാരണം ഒരിക്കലും നമ്മുടെ മനു പ്രതീക്ഷിച്ചില്ല. ഏതായാലും മനു മുഖത്തെ ഇമോഷണൽ ഒന്നും കാണിക്കുന്നില്ല. അപ്പം മനു പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, നീ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ രോഹിത്തിന് വേണ്ടി ശരണ്യോട് ഒരു വാക്ക് പോലും പറയാതിരുന്നത്. മനുവേട്ട, അച്ഛന് എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു രോഹിത്തിന് വേണ്ടി ശരണ്യോട് സംസാരിക്കണം എന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ പേരിൽ ഇപ്പം ആ പ്രഷർ നടന്നുകൊണ്ടിരിക്കുക. ഹരിക്ക് വേണ്ടി നിന്നെ കൊണ്ട് ശരണ്യോട് റെക്കമെൻഡ് ചെയ്യിക്കണമെന്ന് എന്റെ അച്ഛനും അമ്മയും കൂടെ റെക്കമെൻഡേഷൻ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആഹാ, എന്നിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ മനുവേട്ടൻ. ബാലചന്ദ്രങ്ങളുടെ വിലക്ക് ഹരിക്ക് വേണ്ടി സംസാരിച്ചാൽ എന്റെ വില കെട്ടുപോകുന്നു നിന്റെ മുമ്പില്. അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. അങ്ങനെ അലീനയുടെ മുമ്പിൽ കളയാനുള്ള വിലയാണോ എന്റെ? ആണോ അലീന? അതുകൊണ്ട് പറഞ്ഞില്ല. എന്താ മനുവേട്ട, അശ്വ മനുവേട്ടന് അറിയാലോ, ഹരിയാണ് രോഹിത്തിനെയും കൂടി ഇതിലേക്ക് വലിച്ചഴച്ചോണ്ട് വന്ന് ആ രോഹിത്തെ കൂടെ ജീവിതം നശിപ്പിച്ചത്. മനസ്സ് കൊടുത്ത് സ്നേഹിച്ച പെണ്ണിനെ കൂട്ടുകാർക്ക് പങ്കിട്ട് കൊടുത്തവന്. മനുഷ്യനാണോ അവന്? എന്റെ പൊന്നു മനുവേട്ട, ഒന്ന് പറ. ശരിയാ, മനുഷ്യനല്ല, അവൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാ. കുറ്റവാളിയാ, ക്രൂര കുറ്റവാളി. പക്ഷേ ഇത്ര ചെറുപ്പത്തിലെ ജീവിതം നശിച്ചു പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നവന് ജീവിക്കാനുള്ള അധികാരം കുറവാ. അതിന് ഒരു അവകാശവും ഇല്ല ഇവിടെ ജീവിക്കാനായിട്ട് എന്ന് പറഞ്ഞ അലീനയുടെ മുഖഭാവം ഒക്കെ അങ്ങ് മാറിയിട്ടോ. എനിക്ക് ദേഷ്യം വന്നേ. അങ്ങനെ ആ ഒരു കോളനി എത്താറായപ്പോഴത്തേക്കും നമ്മുടെ മനു ചോദിച്ചു, ഇതാണോ സ്ഥലം എന്ന് ചോദിച്ചപ്പോ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. എന്നാ പിന്നെ ഞാൻ മാസ്ക് എടുത്ത് വെക്കാന്ന് പറഞ്ഞുകൊണ്ട് മാസ്ക് എടുത്ത് വെക്കുകയാണ്. അപ്പൊ അവിടെ കാർ നിർത്തിയിട്ട്, കാർ അങ്ങോട്ടേക്ക് പോകത്തില്ല, അത്രയും വീതിയുള്ള റോഡല്ല, എന്നാ പിന്നെ നമുക്ക് നടന്നു പോകാന്ന് പറഞ്ഞുകൊണ്ടാണ് മനു അലീനയും കൂടെ നടന്നു പോകുന്നത്. അപ്പൊ മാസ്ക് എടുത്ത് വെക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ശരണ്യയുടെ വീട്ടിലേക്ക് അലീനയും മനുവും കയറി ചെല്ലാണ്. അപ്പൊ അവിടെ ഉള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ശരണ്യയുടെ അച്ഛനാണ്. ശരണ്യയുടെ അച്ഛൻ മാത്രമല്ല, ശരണ്യയുടെ അമ്മയുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരെയും കണ്ടതും നമ്മുടെ ശരണ്യയുടെ അച്ഛൻ ഇങ്ങനെ നോക്കുകയാണ് ആ ഒരു പടിയിൽ നിന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറയാ, ഞാനിങ്ങോട്ട് വരാതിരുന്നതല്ല, നിങ്ങൾ തന്നെയാ വിലക്കിയത്, അതുകൊണ്ടാ ഞാൻ വരാതിരുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, അത് പിന്നെ ദേ എന്റെ മോക്കെ നീ ഇല്ലാതെ പറ്റത്തില്ല. അല്ല, അവിടെ എന്നെ ഫോണിൽ വിളിക്കാത്ത എന്താ? അത് പിന്നെ ഫോണ് വിളിക്കരുതെന്ന് ഞങ്ങളാ പറഞ്ഞത്. ചുറ്റുമുള്ളവരും എന്തെങ്കിലുമൊക്കെ പറയുമ്പം അത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല കൊച്ചെ, ഈ നാട്ടിൽ തന്നെ ജീവിച്ചു പോവണ്ടേ. ഒരാൾ കള്ളം പറഞ്ഞിട്ട് എന്തെങ്കിലും ദ്രോഹം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കണം. ഒരാൾ സത്യം പറഞ്ഞിട്ട് ഒരാൾക്ക് നന്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എതിർക്കുന്നവർ നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ? എനിക്കിപ്പോ നല്ലതും ചീത്തയൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നേ. അവര് വരുന്ന ഓരോന്ന് പറയുമ്പോ അവരൊക്കെ പറയുന്നതാ ശരി, നിങ്ങൾ വന്ന് പറയുന്നത് കേൾക്കുമ്പോ നിങ്ങളാണ് ശരിയെന്ന് തോന്നും. ആ ഒരവസ്ഥയാ എനിക്ക്. അല്ല, എനിക്കിപ്പം അകത്ത് കയറി ശരണേനെ കാണാലോ അല്ലെ? അപ്പൊ ശരണയുടെ അമ്മ പറഞ്ഞു, കയറി ചെല്ല് മോളെ, അവള് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ കരച്ചിൽ തന്നെയായിരുന്നു. ഇന്നലെ മുതല് ഒന്നും കഴിച്ചിട്ട് പോലുമില്ല, അവള് പട്ടിണി തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, എന്നാ പിന്നെ അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തോ. ആദ്യം മോൾ അവളെ ചെന്നൊന്ന് സമാധാനിപ്പിക്കുക. അവക്ക് ഇപ്പൊ ഒറ്റ ഒരാളെ വിശ്വാസമുള്ളൂ, അലീന ചേച്ചി മാത്രം മതി. അത് പിന്നെ ഞാൻ പിണങ്ങിയിട്ടൊന്നും അല്ല വരാതിരുന്നത്.
നിങ്ങൾ തെറ്റിദ്ധരിച്ച് എന്നോട് ഇവിടെ കയറരുതെന്ന് പറഞ്ഞത് കൊണ്ടാ. അത് ഞങ്ങക്ക് മനസ്സിലായി മോളെ, നീ അതാ വരാത്തതെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, മനുവേട്ട ഞങ്ങള് ഒന്ന് സംസാരിച്ചിട്ട് വരാം. ആ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് മനു പറഞ്ഞു. ഈ സമയത്ത് അലീന അകത്ത് കയറി പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മനു അവിടെ നിൽക്കുന്നത് കണ്ടതും ആ അലീനയുടെ അച്ഛൻ ചോദിക്കുവാണ്, അല്ല മനു എന്നാണോ പേര്, എവിടെയാ വീട്? അത് പാലയിൽ തന്നെയാ. അല്ല ജോലിയാണോ പഠിക്കുവാണോ? ജോലിയാ, കമ്പനിയില് എറണാകുളത്ത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇവിടെ കയറിയിരിക്കുക, അവിടെ നിൽക്കണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ശരണയുടെ അമ്മയോട് പറഞ്ഞു ശരണയുടെ അച്ഛൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്ത് കൊടുക്കാൻ. അപ്പൊ അലീന അകത്ത് കയറി പോയിട്ടോ. നമ്മുടെ മനു അവിടെ ഇരിക്കുകയാണ്. ഏതായാലും അലീന പതുക്കെ നമ്മുടെ ശരണിയുടെ അടുത്തേക്ക് ചെന്നു. ശരണി ജനലിൽ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ അലീന ചെന്നിട്ട് ഹലോ എന്ന് പറഞ്ഞു വിളിച്ചു. ഒരു മൈൻഡും ഇല്ലാതെയാണ് അവിടെ നമ്മുടെ ശരണി നിൽക്കുന്നത്. എന്നിട്ട് നമ്മുടെ അലീന പറഞ്ഞു, മുറ്റത്തുനിന്ന് കയറി വന്നപ്പോ ഞാൻ കണ്ടു, പെട്ടെന്ന് നീ അകത്തേക്ക് കയറി പോകുന്നത് എന്നെ കണ്ടിട്ടും. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കടി ഒന്ന്. ഓ കഷ്ടമുണ്ട് കേട്ടോ. ഇല്ല, ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഓഹോ അയ്യോടാ, അതെന്തു പറ്റി? എന്തു പറ്റി? കഴുത്ത് തിരിക്കാൻ പറ്റത്തില്ലേ? വേദനയുണ്ടോ നിനക്ക്? എനിക്കൊരു വേദനയില്ല, ഞാൻ പിണങ്ങി നിൽക്കുക, അത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അലീന ചിരിച്ചു കേട്ടോ. അലീന പതുക്കെ ബാഗൊക്കെ ഊരി വെച്ചിട്ട് അടുത്ത് ചെന്നിട്ട് ഈ പിണക്കം ഞാൻ ഇപ്പൊ മാറ്റി തരാമേ എന്ന് പറഞ്ഞ് പതുക്കെ ചെന്ന് പിടിച്ചു കേട്ടോ. അലീന പിടിച്ചപ്പോ തന്നെ എന്തോ വൈബ്രേഷൻ കയറി നമ്മുടെ ശരണ്യയുടെ ദേഹത്ത്. അങ്ങനെ അലീന പറഞ്ഞു, അച്ചോടാ ഭയങ്കര പിണക്കാണല്ലോ, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ, കൊച്ചിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. വേണ്ടെന്നേ, എന്റെ മുഖം ആരും കാണണ്ട. അപ്പൊ കാണണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പതുക്കെ അങ്ങ് കെട്ടിപ്പിടിക്കാനുണ്ട് ശരണ്യനെ. അങ്ങനെ അലീന പറഞ്ഞു, ഇങ്ങനെ പിണങ്ങിയാലോന്ന്. അപ്പോഴത്തേക്ക് തന്നെ ശരണി അങ്ങ് തിരിഞ്ഞു. ശരണി തിരിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് അലീനനെ മുറുക്കെ കെട്ടിപ്പിടിച്ചേ. അപ്പൊ അലീന പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതല്ല കേട്ടോ, ഞാൻ വന്നപ്പോ എല്ലാവരും കൂടി എന്നെ ഓടിച്ചതല്ലേ, ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വരാതിരുന്നത്. അത് പിന്നെ ഞാൻ പറഞ്ഞോ വരണ്ടാന്ന്? ഇല്ലല്ലോ. ഇല്ല, നീ പറഞ്ഞിട്ടില്ല വരണ്ടാന്ന്. എനിക്കറിയാം, നീ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടോ ഇല്ല, പറയത്തുമില്ല. എന്റെ കുഞ്ഞ് ആരാ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. സോറി കേട്ടോ, സോറി. ഇനി കൂടെ കൂടെ വരാട്ടോ, മോളെ കാണാട്ടോ, മിണ്ടാട്ടോ, പറയാട്ടോ, നമുക്ക് എവിടെയെങ്കിലും പോകാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും അലീനയുടെ ശരണ്യയുടെ മുഖത്ത് അപ്പോഴത്തേക്ക് ഈ ഒരു ചിരിയൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെ പതുക്കെ നമ്മുടെ അലീന മുഖത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് ചിരിച്ച മുഖമല്ലേ എനിക്ക് കാണേണ്ടത്. അപ്പൊ നമ്മുടെ ശരണ്യെ പതിയെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കട്ടിലെ പിടിച്ച് ഇരുത്തിയിട്ട് നമ്മുടെ അലീന ചേർത്ത് ഇങ്ങനെ പിടിച്ച് തോളിലേക്ക് ഇങ്ങനെ കിടത്തി ശരണ്യനെ. എന്നിട്ട് പറഞ്ഞു, ഇനി പറ, നിന്റെ വിഷമം എന്താ, അത് പറ. അത് പിന്നെ ഇവിടെ ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്കായി ചേച്ചി, വല്ലാത്തൊരവസ്ഥയാ. ഒറ്റയ്ക്കോ? എല്ലാവരും ഉണ്ടല്ലോ, അച്ഛൻ, അമ്മ, ആങ്ങളമാര് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും എന്നെ കുറ്റം പറയാ, ഞാൻ കോടതിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. ഓ നീ കോടതിയില് സത്യമില്ല പറഞ്ഞത്, അതിന് മോളെന്തിനാ വിഷമിക്കുന്നത്? അതെ, ഞാൻ സത്യം പറയണ്ടായിരുന്നു എന്നാ എല്ലാവരും എന്നോട് പറയുന്നത്. സത്യം പറയാനുള്ള ധൈര്യമല്ലേ ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ മനസ്സ്. പക്ഷെ ആർക്കും ആ മനസ്സും ധൈര്യമൊന്നും വേണ്ട. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സത്യം പറയുന്നവർക്ക് ശത്രുക്കൾ കൂടും, അതങ്ങനെയാ, പണ്ട് മുതലേ അങ്ങനെ തന്നെയാ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് നീ മനസ്സിലാക്ക. അതോർത്ത് വിഷമിക്കുകയേ വേണ്ട. പാർട്ടിക്കാരും സമുദായക്കാരും ഒക്കെ ഇവിടെ വന്നു, അവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി അപമാനിച്ചു. അവരെല്ലാവരും പിണങ്ങി എന്റെ അടുത്ത്, എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തൊക്കെ പിണങ്ങി. മോളെ, അവർക്കെല്ലാം ഓരോ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു വലിയ പ്രശ്നം, ദുരന്തം ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ അവർ ചിന്തിക്കുന്നത് എന്തൊക്കെയാന്ന് മോക്കറിയാമോ? അതിന്ന് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന? വോട്ട്, പണം, കീർത്തി, സ്വാധീനം, എതിർകക്ഷിയുടെ പതനം, ഈ 5 കാര്യങ്ങളിലായിരിക്കും അവരുടെ കണ്ണും മനസ്സും എല്ലാം. അല്ലാതെ നമ്മളിലൊന്നും അല്ലായിരിക്കും. നീ പീഡനത്തിന്റെ രക്തസാക്ഷി ആയിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ സന്തോഷമായേനെ. അവരുടെ പൊളിറ്റിക്സ് അത് അത്ര ഉള്ളൂ. നമ്മുടെ ജീവിതമൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഇതിന്ന് എന്ത് കിട്ടുമെന്ന് നോക്കി അതെടുത്തിട്ട് അവർ നമ്മളെ കളയും, അടുത്ത ഇരയുടെ അടുത്തേക്ക് ഓടും. അങ്ങനെയാ. അത് പിന്നെ അച്ഛനും അമ്മയ്ക്കും പോലും എന്നോട് പിണക്ക, എന്നോട് ദേഷ്യ. അവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം കേട്ടോ, അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരണി ഇങ്ങനെ തലകുലുക്കാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.